PM ആർഷോ നോക്കൂ, ഇന്ന് പകൽ മുഴുവൻ നമ്മൾ കണ്ട കാഴ്ചകൾക്ക്, ഇന്നലെ രാത്രി മുതൽ കാണുന്ന കാഴ്ചകൾക്ക് ഇടയ്ക്കുണ്ടായ ഒരു ടേൺ അടി നമ്മൾ കണ്ടു. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടേൺ ഇന്ന് പകൽ കണ്ടു. ഇതിനൊക്കെ ശേഷം ഒടുവിൽ ഇന്ന് രാത്രിയായി ചർച്ച നടക്കുമ്പോൾ നിജേഷ് അരവിന്ദ് കോൺഗ്രസിന് വേണ്ടി വിശദീകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് അതിനോടുള്ള പ്രതികരണം? ഇന്നലെ വഴിക്കടവിലുണ്ടായത് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുരുന്നിൻ്റെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഒരു ക്രിമിനൽ നടത്തിയ ക്രിമിനൽ പ്രവർത്തനം, ആ ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിലുണ്ടായ അപകടത്തെ തുടർന്നാണ് ഇന്നലെ കുരുന്ന് മരണപ്പെടുന്നത്. ആ മരണം സംഭവിച്ച് അതിൻ്റെ തൊട്ടടുത്ത ഘട്ടം മുതൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇന്നലെ രാത്രി ഈ നാടിനകത്ത് കാണിച്ചു കൂട്ടിയത് എന്തെല്ലാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നത്തെ കോൺഗ്രസ് എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ്. ഒരു ദാരുണമായ മരണത്തെ, ഒരു അപകടത്തെ എങ്ങനെ അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു. ഒരു അപകടത്തിൽ നിന്ന്, ഒരു മരണത്തിൽ നിന്ന് എങ്ങനെ 10 വോട്ടുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന നിലയിലേക്ക് ഇന്നലെ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം ആഭാസത്തരം, ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രദേശത്തെ ജനങ്ങളാകെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിലേക്കുള്ള വഴി തടയുന്നു. അതിൻ്റെ തുടർച്ചയിൽ നടക്കുന്ന കോലാഹലങ്ങൾ, ആ കോലാഹലങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഈ ടേണിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യത്തെ ടേൺ സംഭവിക്കുന്നത് ഇന്നലെ ആ കോലാഹലങ്ങൾക്കാകെ നേതൃത്വം കൊടുത്ത ഇവരുടെ ഒരു നേതാവുണ്ട്, ജ്യോതികുമാർ ചാമക്കാല. അദ്ദേഹം ആ കോലാഹലങ്ങൾക്ക് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റും അദ്ദേഹം പങ്കുവെച്ച ചിത്രവും ഈ നാടിനോട് വിളിച്ചു പറയുന്നുണ്ട് എന്താണ് കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത എന്നുള്ളത്. ഈ നാടാകെ കണ്ടതാണ്. നിമിഷങ്ങൾക്കകം അദ്ദേഹം ടേൺ അടിച്ചു, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പോസ്റ്റാകെ പിൻവലിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു, ആ ടേൺ നമ്മൾ കണ്ടു. ഇത്രമേൽ ആഭാസകരമാം വിധം ഈ പ്രവർത്തനമാകെ ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മരണത്തെ ഈ വിധം കൊണ്ടു നടന്നതിന് ശേഷം ഇന്നലെ എന്താണ് ഇവർ പറഞ്ഞത്? ഇന്നലെ ഇവരുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇന്നലെ ഈ പറഞ്ഞ അവിടെ ഉണ്ടാക്കിയ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മുഴുവൻ നേതൃത്വം കൊടുത്ത ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഒരു സർക്കാർ സ്പോൺസേർഡ് മർഡർ ആണെന്നുള്ളതാണ്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ? ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. ആ ക്രിമിനൽ പിടിക്കപ്പെട്ടു. നിങ്ങൾ ഈ ഘട്ടത്തിൽ എത്ര കഴുകിക്കളഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് ബന്ധമൊന്നും ഇല്ലാതാവില്ല കേട്ടോ. കോൺഗ്രസ്സുകാരനായ ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായ, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും പ്രചരണ പ്രവർത്തനങ്ങളിലും ഉൾപ്പെടെ സജീവമായി നിൽക്കുന്ന ആ ബൂത്തിലെ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു ക്രിമിനൽ, ആ ക്രിമിനൽ നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ അപകടത്തെ ഒരു നിലയ്ക്കും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് എന്നുള്ളതിനകത്ത് തർക്കമില്ല. നിലനിൽക്കുന്ന സംവിധാനങ്ങളാകെ ഇപ്പോൾ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതിനകത്തും തർക്കമില്ല കേട്ടോ. വളരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ KSUയുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ആ പ്രദേശത്ത്, ഈ പറഞ്ഞ പ്രസ്തുത പ്രദേശത്ത് ആ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് മാധ്യമങ്ങളോട് തന്നെ പറയുന്നുണ്ട്, തൊട്ട് തലേ ദിവസം വരെ ആ പ്രദേശത്ത് അങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നില്ല. ഈ നിലയ്ക്ക് കരണ്ട് വലിച്ച ഒരനുഭവം അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം അവർക്ക് ഈ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇതിനു മുൻപോ ആ പ്രദേശത്ത്, പ്രസ്തുത പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപകടത്തെ പോലും ഇത്രമേൽ രൂക്ഷമാം വിധം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിലയിലുള്ള ഗതികേടിലേക്ക് ഇവരെത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ നേരത്തെ അവതാരകൻ തന്നെ സൂചിപ്പിച്ചു, ഇത് രാഷ്ട്രീയ മുതലെടുപ്പല്ല എങ്കിൽ ഇതിനു മുൻപ് ഇതേ മണ്ഡലത്തിനകത്ത് സമാനമാം വിധം മരണം സംഭവിച്ചിട്ടുണ്ട്. ഇനി വിവിധ ഘട്ടങ്ങളിൽ ഈ വിധത്തിലുള്ള അപകട മരണങ്ങൾ കരണ്ടേറ്റും മറ്റും നമ്മുടെ നാടിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല, ഒരു തർക്കമില്ല, ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 200-ന് മുകളിൽ മനുഷ്യർ വിവിധ നിലയ്ക്കുള്ള വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു അപകട മരണത്തെ ഇത് അപകട മരണമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഇതിൻ്റെ തുടർച്ചയിൽ പുറത്തേക്ക് വരികയും ചെയ്തു. അതിനെ അടക്കം ഈ വിധം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വളച്ചൊടിക്കുന്ന നിലയിലേക്ക് ഇവർ മുന്നോട്ട് പോകുന്നതിനെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട് എന്നത് അവർക്ക് കൂടെ ഒരു ഘട്ടം കഴിഞ്ഞ് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇന്ന് ഈ പറഞ്ഞ കോലാഹലങ്ങളൊന്നുമില്ല.
ഇന്ന് ഈ പറഞ്ഞ കോലാഹലങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അങ്ങ് സൂചിപ്പിച്ചതുപോലെ വലിയ യൂട്ടേൺ അടികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ കാണിച്ചത് അത്രയും ശുദ്ധ അസംബന്ധമാണെന്ന് അവരുടെ തന്നെ നേതാവ് ശ്രീ കെ മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇനി ഇതിനേക്കാളൊക്കെ വലിയ വിരോധാഭാസം കിട്ടും. ഇന്നലെ ഈ മരണം സംഭവിച്ച്, ഈ അപകടം സംഭവിച്ച് തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇവർ ചെയ്തതെന്താ? ആ വിദ്യാർത്ഥിയുടെ, ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയോരങ്ങൾ, ആ പ്രദേശത്താകെ ഇന്നലെ രാത്രിക്ക് മുൻപ് വരെ ഇവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ പ്രദേശത്താകെ ഇവരുടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഈ മരണം സംഭവിക്കുന്നു. അതിദാരുണമായ മരണത്തിൻ്റെ തൊട്ടടുത്ത ദിവസം അവിടേക്ക് മനുഷ്യരെത്തും, ആളുകൾ ആ വീട്ടിലേക്കും വീടിൻ്റെ പരിസരങ്ങളിലേക്കും എത്തിച്ചേരും എന്ന് കണ്ടുകൊണ്ട് എങ്ങനെ ഇത്ര നീചമായി ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. ഈ മരണം സംഭവിച്ച് തൊട്ടടുത്ത മണിക്കൂറുകളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാകെ ഓടുന്നത് തൊട്ടപ്പുറത്തെ ബൂത്തുകളിലേക്കും തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളിലേക്കും അവിടെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ, പ്രചരണ സാമഗ്രികൾ അതാകെ കളക്ട് ചെയ്ത് ഇന്നലെ രാത്രി നിന്ന് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ പരിസരങ്ങളിൽ ഈ ബോർഡ് നിരത്താൻ വേണ്ടി തയ്യാറായവർ. ഒരു ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെ കടന്നു കയറാം എന്നതിലേക്ക് ഇങ്ങനെ ഒരു ഈ അനന്തു എന്ന പാവം മോൻ്റെ ഒരു മരണത്തെ പോലും ആ ഘട്ടത്തിൽ പോലും അവർ ആലോചിച്ചു. അതുപോലെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അവിടെ നിന്ന് എത്ര വോട്ട് കിട്ടും, അതുവഴി കടന്നു പോകുന്നവർ അവരുടെ പോസ്റ്ററുകൾ കണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ എന്ന് അവർ ചിന്തിച്ചു. ഇതാണ് ആർഷോ ഇപ്പോൾ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇതിനു മുൻപ് പല ഘട്ടത്തിൽ പല പ്രതിസന്ധികളുടെ സാഹചര്യത്തിലും കേരളത്തിലെ ജനതയാകെ ഇവരെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് ആവർത്തിച്ച് വിളിച്ചതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ടല്ലോ. എങ്ങനെയാണ് പ്രതിസന്ധികളെ അടക്കം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇക്കൂട്ടർ ഉപയോഗപ്പെടുത്തുക എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. സമാനമായ നിലയിൽ ഈ ഒരു മരണത്തെ, ഈ ഒരു അപകടത്തെ, ഈ ഒരു പ്രയാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇവർ നടത്തിയ കോമാളിത്തരങ്ങൾ, അതിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത്. സ്വാഭാവികമായും അതിനെയാകെ ഇന്നിപ്പോൾ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന ആളുകളുടെ, പ്രദേശവാസികളുടെ ഒക്കെ പ്രതികരണങ്ങൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ നമ്മൾ ഈ പൊതുജനമാകെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഏത് വിധത്തിലാണ് നാട് ഇവരുടെ ഈ നികൃഷ്ടമായ പ്രവർത്തനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സ്വാഭാവികമായും ഇന്ന് അവർ എത്തിച്ചേർന്നിട്ടുള്ള അവസ്ഥയുടെ പ്രതിഫലനാണിത്. എന്ത് വില കുറഞ്ഞ ഇടപാട് നടത്തിയും തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കാം എന്ന മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസും അതിൻ്റെ നേതൃത്വവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ബോധ്യപ്പെടുത്തുന്നത്.